നമസ്കാരം, എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കുറേ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് കേരള സ്റ്റൈൽ ലിവർ ഫ്രൈ. ഇതൊരു നല്ല ഡ്രൈ ആയിട്ട് റെസിപ്പിയാണ്, സ്റ്റാർട്ടറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ പെപ്പർ ചിക്കൻ, അത് ഒരുപാട് പേര് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക. ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് റെസിപ്പീസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതി പോലെ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയാലോ, വിഷു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെയാണ് ഈസ്റ്റർ വരുന്നത്. അപ്പോൾ ഗ്യാപ്പ് ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഈസ്റ്റർ ഇതിനേക്കാളും പൊളിയാക്കാം. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള സമയം ടേസ്റ്റി ആയിട്ടുള്ള ബാച്ചിലർ സ്പെഷ്യൽ കേരള സ്റ്റൈൽ ലിവർ ഫ്രൈ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ലിവറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ചിക്കൻ്റെ ലിവറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മട്ടൻ്റെ ആണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ ലിവർ കുറച്ച് നേരം എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വിനീഗറും ഉപ്പിട്ട് വെള്ളത്തിലോട്ട് അങ്ങനെ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് ലിവറിൻ്റെ കളറിൽ മാറിയിരിക്കുന്നത് കേട്ടോ. ആ ഒരു പിങ്ക് കളറൊന്നും ഇല്ലാണ്ട് ഡാർക്ക് കളർ ഇല്ലാണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ ജാൻചേട്ടൻ മാത്രമേ ലിവർ കഴിക്കുള്ളൂ. അപ്പോൾ പുള്ളിക്കാരന് ചെറിയ ചെറിയ പീസാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി റെഡിയാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കാണിട്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണിത്. ഇതങ്ങ് ചെറുതാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് 6 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 8 ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങളുടെ അടുത്തിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ വെച്ചാലും ഇതേപോലെ തന്നെ ഈ മിക്സിയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 6 പച്ചമുളകാണ്. അത് ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. മുളകിൻ്റെ എരിവനുസരിച്ചും എണ്ണത്തിൽ മാറ്റം വരുത്തണം. ഇപ്പോൾ ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 3-4 കറിവേപ്പിലയാണ്. പിന്നെ നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയാണെന്നുണ്ടെങ്കിലും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അല്പം മാത്രം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി ഇടണ്ട, ജസ്റ്റ് ഒരു പേരിന് മാത്രം 1/4 ടീസ്പൂൺ കേട്ടോ. പിന്നെ ഗരം മസാലയുടെ പൊടി ഇതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ കരൾ വേറൊരു സ്മെല്ലല്ലേ, അപ്പോൾ ആ സ്മെല്ലൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെരുംജീരകത്തിൻ്റെ പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ വെള്ളവും അല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് അങ്ങ് നന്നായിട്ടങ്ങ് പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം. ഉപ്പ് നമ്മൾ ആദ്യം ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി, പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. ഞാൻ ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വടിച്ചെടുത്തോളൂ, വേസ്റ്റ് ചെയ്യണ്ട. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ലിവറിൻ്റെ പീസസ് ഇട്ട് കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ അരപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് പാകമായിരുന്നു. ഉപ്പ് ഒരു അല്പം മുന്നോട്ട് നിൽക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവറും കൂടെ ചേർക്കുമ്പോൾ ഉപ്പ് അതിലോട്ട് പിടിക്കണ്ടേ. അപ്പോൾ ലിവറൊക്കെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ആദ്യമേ തന്നെ ആ അരപ്പൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ സവാള 1 എണ്ണം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ സവാളയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്തിടണം കേട്ടോ. അപ്പോൾ ചെറുള്ളി എടുക്കട്ടെ. ഞാനിപ്പോൾ ഒരു 15 ചെറുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ഉള്ളിനെ നമുക്കൊരു 4-5 കഷ്ണമായിട്ട് അങ്ങ് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഞാനത് ഇടാൻ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഇതിൽ വഴറ്റിലൊന്നുമില്ല, സവാള ഒന്നും വഴറ്റുന്നില്ല. ജസ്റ്റ് എല്ലാം കൂടി ഇട്ടങ്ങ് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസിയാണ് ചെയ്യാൻ. അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കിതങ്ങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ കടയിൽ നിന്ന് ലിവർ വിളിച്ച് പറയുമ്പോഴേക്കിനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ലിവർ കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് വാഷ് ചെയ്ത് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് അങ്ങ് കുക്ക് ചെയ്ത് പിന്നെ അങ്ങ് വരട്ടിയെടുത്താൽ മതി. പെട്ടെന്ന് പരിപാടികൾ കഴിയും. അപ്പോൾ മൊത്തം ഒരു 30 മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഈ ചെറിയുള്ളി മുറിച്ചിട്ടെ കേട്ടോ. അപ്പോൾ അതേ ഞാനിതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് നേരം
മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഓരോ ലിവർ അനുസരിച്ചും കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇത് അടി പിടിക്കാത്ത പാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല. അതേസമയം നിങ്ങളിപ്പോൾ സാധാരണ പാത്രമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്ത് മുഴുവൻ വെള്ളത്തിലാവും. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലോട്ട് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ്. പിന്നെ വെള്ളം ഞാൻ എക്സ്ട്രാ ഒഴിക്കുന്നില്ല. ലിവറിൻ്റെ വെള്ളം തന്നെ നിറയെ വരും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ കുക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം വറ്റിയിട്ടുണ്ട്, പക്ഷേ കുറച്ചും കൂടെ ഒന്ന് കുക്കാവാനുണ്ട്. അപ്പോൾ ഒരു അല്പം ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കാതെ ഞാൻ പറഞ്ഞത് ഓരോ ലിവർ അനുസരിച്ചും കുക്കിംഗ് ടൈമിന് മാറ്റം വരും. അപ്പോൾ നിങ്ങൾ നോക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ താഴെ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ നേരം നമുക്കിത് അടച്ചു വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമില്ലേ, എക്സ്ട്രാ വെള്ളം അങ്ങ് വറ്റിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ ലിവർ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. ഉപ്പ് രസം കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നോക്കുന്നില്ല, കാരണം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിരിക്കും. നമുക്കിത് വറ്റിച്ചെടുക്കാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് വരട്ടിയെടുക്കാം. അതില്ലെങ്കിൽ വേറൊരു വിസ്താരമുള്ള പാത്രത്തിലോട്ട് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഒരു വലിയ പാത്രത്തിലോട്ട് ഇത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങ് വരട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലിട്ടതിന് ശേഷം വെള്ളം വറ്റിച്ചെടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം പാത്രത്തിൽ തന്നെ ഇട്ടാലും മതി. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയുടെ അളവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നോക്കട്ടെ. പോരെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടേണ്ടത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വരട്ടി എടുക്കണം. എരി നോക്കണം. ഈ സമയത്ത് എരി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുരുമുളക് പൊടിയൊക്കെ ഇടണം. പിന്നെ അല്ലെങ്കിൽ ഞാൻ കുറച്ച് അവസാനം ചതച്ച കുരുമുളക് ഇടുന്നുണ്ട്. ആദ്യം കുറച്ച് നിറയെ വേപ്പില ഇടണം കേട്ടോ. വേപ്പില ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരിക. അപ്പോൾ നമ്മുടെ അമ്മൂമ്മ സ്പെഷ്യലിനും പ്രോൺസ് റോസ്റ്റ് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അതിൻ്റെ ഹീറോ എന്ന് തന്നെ പറയണത് കറിവേപ്പിലയാണ്. അതുപോലെ തന്നെയാണ് ഇതിലും. നിറയെ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ പതുക്കെ നമുക്കിതങ്ങ് വരട്ടിയെടുക്കാം. ഞാനിതിലേക്കൊരു 4-5 കഷ്ണം, അതായത് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. നിർബന്ധമൊന്നുമില്ല, അതൊക്കെ പ്രത്യേക ഫ്ലേവർ ആഡ് ചെയ്യുന്ന ഒരു സംഭവങ്ങളാണ്. പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ആകെ അലിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല ഡ്രൈ ആവണം. അതേസമയം നിങ്ങൾക്ക് അത്ര ഡ്രൈ ആവണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് എടുക്കാം. ഇത് വരട്ടി നമ്മുടെ കേരള ബീഫ് റോസ്റ്റ് ഇല്ലേ, അതുപോലെ നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ വരണം. അതാണ് കറക്റ്റായിട്ടുള്ള കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടെ സമയം വരട്ടിയെടുക്കാനുണ്ട്. അപ്പോഴാണ് കറുത്ത കളർ വരുള്ളൂ കേട്ടോ. നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. നമ്മുടെ കളറല്ല മാറുന്നത്, കരളിൻ്റെ കളർ മാറിയിട്ടുണ്ട്. കരൾ എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് പേര് വിളി കേൾക്കുന്നുണ്ടാവും അല്ലേ അവിടെ? എന്നെ പക്ഷെ ആരും കരളിയെന്നൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. നീ വിളിച്ചിട്ട് കാര്യമില്ല, ജാൻചേട്ടൻ വിളിക്കണമായിരുന്നു. ഇവിടെ നാൻസി ഇരിപ്പുണ്ടേ. നാൻസിനെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നാൻസിക്ക് ഇവിടെ നോമ്പാണേ. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ വരുമ്പോൾ സമയത്തൊക്കെ നോൺ വെജിൻ്റെ ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ചിരിക്കാൻ വേണം പാവം. പക്ഷെ നിനക്ക് നോമ്പ് വരുമ്പോൾ കഴിക്കാമല്ലോ. അതാണ് ശിക്ഷ എന്ന്. ഞാൻ പിന്നെ കഴിക്കില്ലല്ലോ, ജാൻചേട്ടൻ്റെ വയറ്റിലല്ലേ പോകണുള്ളൂ. പിന്നെ കുറച്ച് പ്രവീണിൻ്റെ വയറ്റിൽ കിട്ടും. അപ്പോൾ ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ. നല്ല മൊരുമൊരായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് പൊട്ടിത്തെറിക്കും കേട്ടോ. അങ്ങനെ നന്നായിട്ട് മൊരിയുമ്പോൾ അതൊന്ന് സൂക്ഷിക്കണേ. അപ്പോൾ അടുത്ത് നിൽക്കുമ്പോൾ ഇതുപോലെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു അകലം പാലിക്കുക. അതായത് ഇച്ചിരി നന്നായിട്ട് ഇങ്ങനെ ഫ്രൈ ആകുമ്പോഴാണ് പറയണത്, ഇപ്പോഴല്ല. അപ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ തുടങ്ങും നിങ്ങൾക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇളക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് സ്പീഡിലൊന്നും ഇളക്കാൻ പാടില്ല. പതുക്കെ ഇളക്കുക, അല്ലെങ്കിൽ എല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒന്നും കൂടെ ടേസ്റ്റ് നോക്കുക. എന്നിട്ട് പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇനി പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ഒന്ന് വെതറി കൊടുക്കുക അവസാനം മാത്രം. പിന്നെ അതേപോലെ തന്നെ ഒരു അല്പം ഗരം മസാലയും ഒരല്പം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കും കേട്ടോ. അതോടുകൂടി നമുക്ക് നിർത്താം. ഒന്നും കൂടി 5 മിനിറ്റും കൂടെ ആവേണ്ടി വരും. അപ്പോൾ ഏകദേശം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ആകെ ഒരുമാതിരി ഉത്സവപ്പറമ്പ് പോലെ ആയിട്ടുണ്ട്. എൻ്റെ ഇവിടെയൊക്കെ നിറച്ച് പൊട്ടിത്തെറിച്ച് കിടപ്പുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ മേലൊന്നും ആയില്ല. ഉപദേശിച്ച് എന്താ പറയുക, ഗുരുവിന് തന്നെ പണി കിട്ടേണ്ടതായിരുന്നു ഇപ്പോൾ. അപ്പോൾ എന്തായാലും സംഭവം കുശാലായിട്ടുണ്ട്. നമുക്ക് അവസാനമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഗരം മസാലയാണ്, ഒരു
1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 നുള്ള് പെരുംജീരകത്തിൻ്റെ പൊടി. ഫൈനലി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ചതച്ചത്. നന്നായി മിക്സ് ചെയ്യുക. ആഹാ, എന്താ വാസന എന്നറിയൂടെ. ഓക്കെ, സംഭവം കിടുവായിട്ടുണ്ട്. കിടു എന്ന് പറഞ്ഞാൽ അസ്സൽ കിടുവായിട്ടുണ്ട്. മണം കിക്കിടുവായിട്ടുണ്ട്. അത് പുതിയ പേരാണല്ലോടി. കിക്കിടു എന്ന് പറഞ്ഞുള്ള ഒരു സംഭവമായിട്ടുണ്ടെന്നാണ് നാൻസി പറയണത്. അപ്പോൾ ഫൈനലായിട്ട് നമുക്കിതിലോട്ട് കറിവേപ്പിലയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. പിന്നെ ഇന്നലത്തെ പെപ്പർ ചിക്കൻ്റെ രീതിയിലോട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ കാഴ്ചയിൽ. പക്ഷെ ഇത് പെപ്പർ ചിക്കൻ അല്ല, ഇത് ലിവർ ഫ്രൈ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഈ സൂപ്പറായിട്ടുള്ള ഈസി ആയിട്ടുള്ള ലിവർ ഫ്രൈ. അതിനുശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എന്തൊരു ഭയങ്കര മനം കാണാൻ. അയ്യോ, എന്തൊരു ചിരിയാണ്. ആ ചിരിയിൽ തന്നെ 1000 മാർക്ക് കൊടുക്കുക അല്ലാത്ത. അയ്യോ, എനിക്ക് ചൂരെടുത്തിട്ട് വിഷമാവുന്നു. അത് അച്ഛനും അവൻ്റെ ഉള്ളില. അതെവിടേക്ക് വന്നേക്കണേ? അച്ഛൻ ട്യൂഷൻ പഠിക്കാൻ പോണോക്കകത്തു. അയ്യോടാ, അച്ഛൻ എന്താ പഠിക്കാൻ പോണ? അച്ഛാ അച്ഛൻ അറബിക്ക് പഠിക്കാൻ പോണ ആണോ? ഞങ്ങളെ പഠിപ്പിച്ചു തരണം കേട്ടാ. അച്ഛൻ പഠിക്കാൻ പോവാ? അച്ഛൻ പഠിച്ചു. എനിക്ക് ഇനിയിപ്പോ പഠിക്കാനുള്ള പ്രായമായി. അത് നമ്മുടെ മമ്മൂട്ടി പഠിക്കാൻ പോയ പോലെയോ, ഡാൻസ് പഠിക്കാൻ പോയ പോലെയോ. അത് മമ്മൂട്ടി ഡാൻസ് പഠിക്കാൻ പോയിട്ട് മറ്റേ കുട്ടിയുടെ കാലുമ്പ് ചവിട്ടിയിട്ട് ഈ കുട്ടി എന്നെ കാലുമ്പ് ചവിട്ടിയും ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ഞാനും പഠിക്കും ഒരു ദിവസം ഡാൻസ്.